അല്ലാഹു തആല ആരാണ്? ആലിമുൽ ഗൈബ്, അദൃശ്യജ്ഞാനത്തെ മുഴുവനും അറിയുന്നവൻ. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അല്ലാഹു തആല ആ മറഞ്ഞ കാര്യങ്ങൾ, ഗുപ്തമായ ജ്ഞാനങ്ങൾ ആർക്കും നൽകുകയില്ല. പക്ഷേ നൽകും ആർക്ക്? ഇല്ലാ മനിർതദാ മിൻ റസൂൽ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന് നൽകും. അല്ലാഹുവിന് പ്രിയപ്പെട്ടവർക്ക് നൽകും. മിൻ റസൂൽ, റസൂലിനാൽ, റസൂലുമാർക്കറിയാം ഗൈബിയായ കാര്യം. ചില ബിദ്അത്തുകാരുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ ഒരു കാര്യവും അറിയുമായിരുന്നില്ല എന്നാണ്. ആ വാദം ഖുർആനിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെല്ലാം അറിയിക്കുന്നവൻ ആരാണ്? അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല ഫി ഉലാഹ്. അല്ലാഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ഏറ്റവും കൂടുതൽ റഫർ ചെയ്ത ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ ബാദ്ദത്തുൽ ഗൈബിയ്യ എന്ന ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് മക്കയിൽ ചെന്നപ്പോൾ മക്കയിലുള്ള പണ്ഡിതന്മാർക്ക് ഇന്ത്യയിൽ നിന്ന് ചില ആളുകൾ എഴുതി, മക്കത്തൊരു മൊയ്ലാര് വന്നിട്ടുണ്ട്. അഥവാ അവരെഴുതിയത് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ തങ്ങളുടെ കാലത്ത് ഉത്തരേന്ത്യയിലെ അന്ന മുജാഹിദ് അല്ലെങ്കിൽ വഹാബി നേതാക്കന്മാർ വാദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ല എന്ന്. അഹ്മദ് റസാ ഖാൻ തങ്ങൾ പറഞ്ഞു ഉണ്ട്. അങ്ങനെ സംവാദത്തിന്റെ കാലത്താണ് അഹ്മദ് റസാ ഖാൻ തങ്ങൾ മക്കത്ത് പോണത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? മക്കത്തെ ആലിമീങ്ങൾക്ക് ഒരു കത്ത് എഴുതി. ഖാല സെയ്ദുൻ, സെയ്ദ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യം അറിയുന്നു. അംർ പറഞ്ഞു അറിയില്ല എന്ന്. ഇതിന്റെ യഥാർത്ഥ വിഷയം എങ്ങനെയാണ്? ഒരു ചോദ്യം എഴുതി. അവിടെ ചെന്നപ്പോഴോ മക്കത്തെ ആലിമീങ്ങൾ നോക്കി, എടാ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു ആലിം ഇവിടെ ഉണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് വന്ന ചോദ്യം ആയതുകൊണ്ട് ഓരെക്കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കാം. യഥാർത്ഥത്തിൽ അഹ്മദ് റസാ ഖാൻ തങ്ങളെ കെണി കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടതായിരുന്നു ആ ചോദ്യം. അവിടുത്തെ ആലിമീങ്ങൾ, അന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ ആരാ? അഹമ്മദ് സൈനി ദഹ്ലാൻ തങ്ങളെ പോലുള്ള വലിയ മഹാന്മാർ അവിടെ ഉണ്ട്. അക്കാലാണ്. അങ്ങനെ ചോദ്യം കൊടുത്തപ്പോ ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് ഈ ചോദ്യം വന്നപ്പോ അഹമ്മദ് റസാ ഖാൻ തങ്ങൾക്ക് മനസ്സിലായി, ഇത് നമ്മളെ നാട്ടിലെ മുജാഹിദുകൾ പറ്റിച്ച പണി തന്നെയാണ്. ഉടനെ ബഹുമാനപ്പെട്ടവര് പേനയെടുത്തു. ഖിസ്മുൽ ലിസ്സായിലിൽ മുരീദി വഖിസ്മുൽ ലിസ്ജാഹിദിൽ അനീദ്. ഞാനൊരു മറുപടി എഴുതാൻ പോവാണ്. ഇത് രണ്ട് പാർട്ടാണ്. ഈ രണ്ട് പാർട്ടിൽ ഒരു പാർട്ട് ഖിസ്മുൽ ലിസ്സായിലിൽ മുരീദ്, നല്ല ഉദ്ദേശത്തോടു കൂടി ചോദിച്ച ആൾക്കുള്ള മറുപടിയാണ്. രണ്ടാമത്തെ മറുപടി ഖിസ്മുൽ ലിൽ ജാഹിദിൽ അനീദ്, ശത്രുതയോടുകൂടി ഇതിനെ നിരാകരിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ഇതൊരു വാക്കുമാണ്, ഒരു വാളുമാണ്. ബഹുമാനപ്പെട്ടവര് 8 മണിക്കൂർ കൊണ്ടൊരു കിതാബ് എഴുതി. ആ കിതാബാണ് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ. ഒരു ലൈബ്രറി പോയി നോക്കാൻ നേരം ഉണ്ടായില്ല, ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കാൻ നേരം ഉണ്ടായില്ല, ഒരു കിതാബ് എടുത്ത് മറിച്ചു നോക്കാൻ സമയം ഉണ്ടായില്ല. ഒറ്റ ഇരിപ്പിനുണ്ട് എഴുതി. ആ എഴുതിയതിൽ ഹദീസിന്റെ ഉദ്ധരണികൾ, ആയത്തിന്റെ ഉദ്ധരണികൾ, വിശദീകരണങ്ങൾ എല്ലാം ഓർമ്മയിൽ നിന്നങ്ങോട്ട് എഴുതി ബഹുമാനപ്പെട്ടവർ. അതൊരു വലിയ അത്ഭുതമേറിയ കിതാബാണ്. അവിടുത്തെ ആലിമീങ്ങൾ അതിനെ സ്വീകരിക്കുകയും അതിന് ആശംസകൾ എഴുതി കൊടുക്കുകയും ചെയ്തു, അന്നത്തെ വലിയ വലിയ ആലിമീങ്ങൾ. അതാണ് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ. അതിന്റെ കുറഞ്ഞ ഭാഗം നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രം നമുക്കൊരു സ്നേഹപ്രപഞ്ചം പറയാൻ മാത്രമുണ്ട്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമുൽ ഗൈബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യജ്ഞാനമുണ്ടോ? തങ്ങളുടെ ജ്ഞാനം എന്താണ്? അതിന്റെ വ്യാപ്തി എത്രയാണ്? അതെങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതെല്ലാം മഹാനവറുകൾ വിശദീകരിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അന്ന് കിതാബ് എഴുതുമ്പോൾ ഹദീസിന്റെ ഉദ്ധരണി എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണോ സംശയമുള്ളടുത്ത് ഔക്കമാ കാലാന്ന് എഴുതി.
കാരണം ഓർമ്മയെന്ന് എഴുതുകയാണല്ലോ, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അതിനൊരു ടിപ്പണി എഴുതി, ഔക്കമാ കാല എന്ന് പറഞ്ഞപ്പം അന്ന് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞോ ആ 2 നിലക്കും ഹദീസുകൾ വന്നിട്ടുണ്ട്, അത് രണ്ടും എടുത്തെഴുതി. അതിനൊരു വ്യാഖ്യാനം കൂടി മഹാനവർകൾ എഴുതി. അത് ഉറുദുവിലുണ്ട്, അതുപോലെ പല ഭാഷയിലുമുണ്ട്. ഇന്ന് നല്ല ചിട്ടയിലും ചട്ടയിലും അദ്ദൗലത്തുൽ മക്കിയ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുതഅല്ലിമീങ്ങളൊക്കെ വായിച്ചു നോക്കണം. അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദ്ദത്തുൽ ഗൈബിയ, ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അത്ഭുതകരമായി 8 മണിക്കൂർ കൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ്. അത് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകിയ ഫൈളാനാണ്, ഔദാര്യമാണ്. അതിലെ ഓരോ ഇബാറത്തുകളും വായിച്ചാൽ അതിന്റെ ആ ഘടനയും അതിന്റെ കോർവയും നോക്കിയാൽ ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് അത്ഭുതപ്പെട്ടു പോകും.